വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യണത്? നാമജപം. അപ്പൊ നാമം ജപിക്കുമ്പോൾ നാമത്തിന് അത്രയും ശക്തിയുണ്ട്. ഇവിടെ പാണ്ഡവന്മാര് മഹാപ്രസ്ഥാനത്തിന് പോയി. പരീക്ഷത്ത് മഹാരാജാവ് രാജ്യം ഭരിക്കുന്നു. പരീക്ഷത്ത് രാജ്യം ഭരിക്കുമ്പോൾ എല്ലാം അങ്ങനെ ഭംഗിയായിട്ട് പോവുകയാണ്. ഒരിക്കൽ അദ്ദേഹം പ്രജകളുടെ ക്ഷേമം കാണാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചത്. കാളയും പശുവും. അതിൽ കാളയുടെ 3 കാലുകൾ തളർന്ന് ഒടിഞ്ഞ് തൂങ്ങിയിരിക്കുന്നു. ഒരു കാലിൽ അങ്ങനെ വേദനയോടെ അതങ്ങനെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. പശു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കോപിഷ്ഠനായ രാജാവ് പെട്ടെന്ന് സടകുടഞ്ഞെടീറ്റ് തന്റെ കുതിരപ്പുറത്തും ചാടി വാളൂരി, ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്? എന്റെ രാജ്യത്ത് ഈ കാളയോട് ആരാണ് ഈ നിന്ദ്യമായ പ്രവൃത്തി ചെയ്തത്? ആ ദുഷ്ടനെ ഞാൻ വെട്ടും. രാജാവിന് അത് താങ്ങാൻ പറ്റിയില്ല, കാളയുടെ ദുരവസ്ഥ. രാജാവ് കുതിരപ്പുറത്ത് ഇറങ്ങി ആ പശു രാജാവിന്റെ കണ്ണിലേക്ക് നോക്കി. കാളയും രാജാവിനെ നോക്കുന്നു. രാജാവിന് മനസ്സിലായി ഇതൊരു കാളയും പശുവും അല്ല. രാജാവ് തന്റെ വാളെല്ലാം പുറയിൽ തിരിച്ചിട്ടു. കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളാരോ ദേവീദേവന്മാരാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഉടനെ പശു ഗോരൂപത്തെ മാറ്റി ദേവീ രൂപത്തെ സ്വീകരിച്ച് പറഞ്ഞു, രാജൻ, ഞാനും ഈ കാളയും 2 ശക്തികളാണ്, 2 പ്രതീകങ്ങളാണ്. ഞാൻ ഭൂമി ദേവിയാണ്. കാളയാവട്ടെ ധർമ്മമൂർത്തിയാണ്. ആരാണ്? ധർമ്മത്തിന്റെ പ്രതീകം. ധർമ്മത്തിന്റെ പ്രതീകം കാളയാണ്, നന്ദിയാണ്. നന്ദി ധർമ്മത്തിന്റെ പ്രതീകമാണ്. എപ്പോഴും ധർമ്മം എന്ന വാക്ക് പറയുമ്പോൾ കാളയാണ് ഋഷിവര്യന്മാർ പ്രതീകാക്കി. ഇന്നിപ്പോ കാള എന്ന് പറയുന്നത് വെൽത്തിന്റെ, പ്രോസ്പിരിറ്റിയുടെ, പ്രോഗ്രസിന്റെ പ്രതീകമായതുകൊണ്ടാണ് ഷെയർ മാർക്കറ്റുകാര് അതിനെ ബുൾ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഷെയർ മാർക്കറ്റിന്റെ മുന്നിൽ എപ്പോഴും കുതിക്കാൻ നിൽക്കുന്നൊരു കാളയുടെ വലിയ ബുള്ളിന്റെ ചിത്രം കാണണം. അതൊരു സ്ട്രെങ്ത്തിന്റെ പ്രതീകമാക്കിയ വെച്ചിരിക്കണം. കാരണം കാള ഉഴുതു മറിച്ച് ഐശ്വര്യമുണ്ടാക്കുന്നു എന്നതിൻ്റെ പ്രതീകമായി ഈ ഷെയർ മാർക്കറ്റും ഉഴുതു മറിച്ച് സമ്പൽ സമൃദ്ധമാക്കും എന്നാണ് അതിൻ്റെ പ്രതീകാത്മകത. നോക്കൂ, ഭാരതീയര് പണ്ട് തന്നെ കാളയെ ധർമ്മത്തിന്റെ പ്രതീകമാക്കി വെച്ചു. ഇതിന്റെ കാള എന്നത് ശക്തിയുടെ പ്രതീകമാണ്. ഒരാൾക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ, ഇന്നിപ്പോ ജിമ്മിലൊക്കെയാണ് ആളുകൾ പോകുന്നത്, മസിൽ ഡെവലപ്പ് ചെയ്യാനാണ് പോകുന്നത്, അല്ലേ? ശക്തി ഉണ്ടാവാൻ ഇന്നത്തെ കുട്ടികൾ ജിമ്മിൽ പോകുന്നു. അപ്പൊ ശരിക്കും മനുഷ്യന് ശക്തി ഉണ്ടാവാൻ എന്താണ് വേണ്ടത്? ധർമ്മം ആചരിക്കണം. ഇപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മം എന്ന വാക്കിനെ ഭാഗവതത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ, 1-ാമത്തെ സ്കന്ധം 17-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം. ഇത് നമ്മൾ പഠിക്കണം. എന്താണ് ധർമ്മം? ഇതൊക്കെ നമ്മളുണ്ടല്ലോ അറിയാതെ ഉപയോഗിച്ചു പോയി വാക്കുകൾ. ഭാഗവതം ശരിക്കും പഠിക്കുമ്പോൾ ഇതൊരു റിസർച്ചാണ്. ഇത് വെറുതെ ഇരുന്ന് കേട്ടത് കൊണ്ട് കാര്യമില്ല, മെനക്കെടണം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ശരിക്കുണ്ടല്ലോ, നിങ്ങൾ
ഒന്ന് വായിച്ച് കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവർക്കൊക്കെ വല്ല അറിവുണ്ടാവും. വെറുതെ ഇരുന്ന് സമയം കളയരുത്. ഇൻട്രസ്റ്റ് വേണം, ഇതിൽ താല്പര്യം വേണം, ഇത് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്കുണ്ടല്ലോ, ഇതൊരു വലിയ സാഗരമാണ്, ജ്ഞാനസാഗരമാണ്. നമ്മളെ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തുവായിപ്പോയി. എന്താ ഒരു വിലയില്ലാത്ത ഒരു ആരോ നമ്മളങ്ങനെ ആക്കി തീർത്തു. വലിയ നിധി കയ്യിലുണ്ട്, പക്ഷെ അതിന് വില അറിയാൻ നമുക്ക് സാധിക്കില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭാഗവതമൊക്കെ പിരിക്കുന്നത്. പണ്ടൊരു കുട്ടി എന്നിട്ട് മഹാത്മാവിനോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ട്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ. പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു മന്ത്രോപദേശം ചെയ്യാം. അപ്പൊ മന്ത്രോപദേശം കൊടുത്തു. പക്ഷെ ഈ കുട്ടിക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പറഞ്ഞു, മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് എന്ത് കാര്യം, നിങ്ങൾ വേറെന്തെങ്കിലും വഴി പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒരു രത്നം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ വിലയൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ, വിൽക്കരുത്, അന്വേഷിച്ചിട്ട് വരാൻ. ഇവനൊരു കടയിൽ പോയി വ്യാപാരിയുടെ അടുത്ത് അയാൾക്ക് ഈ രക്തം കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഓ ഇത് മരതകം, വളരെ എക്സ്പെൻസീവാണ്. ചോദിച്ചു, എന്തുവായിരുന്നു? ഇത് ഇത്രയും വില വരും. അപ്പൊ വിൽക്കരുത് പറഞ്ഞിട്ടുണ്ട്. വേറൊരു കടയിൽ പോയി അയാൾ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് വളരെ ആന്റിക്കാണ്, ഇതിന് കുറേ കൂടിയും വലിയ വില വരും, ഇത് അത്ര അമൂല്യമാണ്. വീണ്ടും മറ്റൊരു കടയിൽ പോയി അവിടെ കൊണ്ട് കാണിച്ചു, പറഞ്ഞു, ഇത് ഇന്ന രാജവംശം ഉള്ള കാലത്തുള്ള രത്നമാണ്, ഇതിന്റെ പണി ഇന്ന് ഈ പണി അറിയുന്നവര് വളരെ വിരളമാണ്, അതുകൊണ്ട് ഈ രക്തം കളയരുത്, ഇതിന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. ഇവൻ അന്തം വിട്ടുപോയി. എന്റെ ഈശ്വര, എന്റെ കയ്യിലുള്ള സാധനം ഇത്രയും അമൂല്യമോ? ഗുരുവിന്റെ അടുത്തെത്തി. ഗുരു പറഞ്ഞു, നീ നാമം ചൊല്ലിയപ്പോൾ നിനക്കതിന്റെ വില അറിയാത്ത പോയത്, ഞാൻ വില അറിയാത്തവനാണ് പറഞ്ഞു തന്നത്. ചൊല്ലി ചൊല്ലി കുറെ കഴിഞ്ഞാൽ നിനക്ക് നാമത്തിന്റെ വില അറിയുമ്പോൾ മനസ്സിലാവും, അത് അമൂല്യമായൊരു നിധിയാണ്. ഇതുപോലെയാണ് ഭാഗവതം. ഇപ്പം നിങ്ങൾക്ക് ഭാഗവതം എന്ന് പറഞ്ഞാൽ വെറും കഥാപുസ്തകമാണ്, അല്ലെങ്കിൽ സപ്താഹത്തിന് 7 ദിവസം കേട്ട് ഊണ് കഴിച്ചു പോകാനുള്ളൊരു സാധനമാണത്. അങ്ങനെ അധപ്പതിപ്പിച്ചു നമ്മള്. എന്നാൽ ഇതിൻ്റെ അകത്തുള്ള രത്നങ്ങൾ എത്രയാണ്! ഇതൊരു വലിയ നിധിയാണ്. പഠിക്കണം, താല്പര്യം വേണം, ഇൻട്രസ്റ്റ് വേണം. 17-ാം അധ്യായത്തില് ഇവിടെ ധർമ്മത്തെ വ്യാഖ്യാനിക്കണം. വാട്ട് ഈസ് ധർമ്മം? ഇന്ന് ഈ വാക്കുകളൊക്കെ വളരെയധികം തെറ്റായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ധർമ്മം എന്നുള്ളത് നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ പറയുന്നതാണ് ധർമ്മം. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം? What do you mean by that? എന്താ അതിനർത്ഥം? അത് അറിയണമെങ്കിൽ ഈ ഭാഗവതം വായിക്കണം. ഇവിടെ 24-ാം ശ്ലോകത്തിൽ പറയും, തപ ശൗചം ദയാ സത്യം ഇതി പാദാ പ്രകൃതി പാദങ്ങൾ കൃതേ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. കാളയുടെ 4 കാലുകൾ, ധർമ്മത്തിന്റെ 4 പാദങ്ങൾ, തപസ്, ശൗചം, ദയാ, സത്യം. ഒന്ന് പറയൂ എല്ലാവരും. തപസ്, ഉറക്കെ പറയൂ. തപസ്, ശൗചം, ദയാ, സത്യം. ഏതൊക്കെയാണ്? തപസ്, ശൗചം, ദയാ, സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസ്കൃതമാണ്. തപസ് എന്ന് പറഞ്ഞാൽ ജപ അനുഷ്ഠാനം എന്നർത്ഥം. 2 തപസ്സേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, കൃത്യനിഷ്ഠയും ജപവും. കലിയുഗത്തിലെ ഏറ്റവും വലിയ തപസ്സാണ് നാമസങ്കീർത്തനം. അമ്പലത്തിൽ പോയാൽ ഒരു തപസ്സായിരിക്കണം. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? നാമജപത്തിനാണ്. ഈ ബോധമുണ്ടാവണം. ഒരു ദിവസം മിനിമം നമ്മളൊരു 1000 തവണയെങ്കിലും നാമം ജപിച്ചിരിക്കണം. ഒരു 1000 നാമം ജപിക്കണം.
അതൊരു ശീലമാക്കിയാൽ അത് തന്നെ തപസ്. തപിപ്പിക്കുക എന്നാൽ, ശ്രദ്ധിക്കുക, തപിപ്പിക്കുക എന്നാൽ താപം എന്നാൽ ചൂടാക്കലാണ്, അല്ലേ? ഒരു സാധനം ചൂടാക്കിയാൽ അത് ഉരുകും. വെള്ളം ചൂടാക്കിയാൽ അത് ഉരുകിയേ വെള്ളോ ഇവാപ്പറേറ്റ് ചെയ്തു പോകും. ഏത് വസ്തുവും ഒന്നുകിൽ കത്തിച്ച് ചാമ്പലായി പോകുന്നത്, അതൊരു വികാസം വരും, അത് പോകും. അങ്ങനെയല്ലേ? നാമം ജപിക്കുമ്പോൾ അത് തപസ്സാവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളെ, വിഷമങ്ങളെ, വിഷാദങ്ങളെ എല്ലാം അത് കത്തിച്ചാമ്പലാക്കി കളയും. അപ്പൊ നാമജപത്തിന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള, ശാക്തീകരിക്കാനുള്ള, പവിത്രീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഏറ്റവും വലിയ തപസ് ഏതാണ്? നാമസങ്കീർത്തനം, നാമജപമാണ്. നാമം ജപിക്കാതെ നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയിട്ടും പറയൂ, ഒരു കാര്യമില്ല. തുറന്നു പറയണേ, വിഷമം തോന്നുകയും ചെയ്യരുത്. നാമം ചൊല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടും അവർക്ക് പറയൂ, ഒരു കാര്യമില്ല. വെറുതെ പോവരുത് അമ്പലത്തിൽ. ഇതാണ് നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മളാരും പറഞ്ഞു കൊടുക്കില്ലേ, നമ്മൾ പഠിക്കുന്നുമില്ല. അതാണ് കൃഷ്ണൻ ഗീതയിൽ പറയും, യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ യജ്ഞമാണ് ഏത്? ജപയജ്ഞം. അതുകൊണ്ട് നാമമാകുന്ന തപസ് കൊണ്ട് ഇനി എന്ത് വേണം? ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്നാണ്. ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റങ്ങളാണ്, പ്രവൃത്തിയാണ്. ശുചിത്വമുള്ളവരാവുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അഹങ്കാരത്തെ താഴ്ത്തി വയ്ക്കാനുള്ള വിനയമുള്ളവരാവുക. ശുചിത്വം അതാണ്. ശൗചം എന്ന് പറഞ്ഞാൽ മാലിന്യം കളയലാണ്. പണ്ട് കാലത്ത് ടോയ്ലറ്റിൽ പോയി വൃത്തിയാക്കുന്നതിനെയാണ് ശൗചം ചെയ്യുക എന്നൊരു ഭാഷയുണ്ട്. അതുകൊണ്ടാണ് ഈ ടോയ്ലറ്റിന് പണ്ട് കാലത്ത് പറയാ ശൗചാലയം എന്നാണ്. ഇപ്പോഴും പറയുന്നത് ഇല്ലേ? ശബരിമലയൊക്കെ പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും, എന്ത്? ശൗചാലയം എന്ന് വെച്ചാൽ എന്താണ്? ശുചിത്വം ഉണ്ടാക്കേണ്ട സ്ഥലമാണ്. ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ കളയുക. അപ്പൊ മനസ്സിന്റെ ഏറ്റവും വലിയ മാലിന്യമാണ് ഞാനെന്ന ഭാവമതു. ഞാനെന്ന ഭാവമതു തോന്നൈക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ജപിച്ചാൽ മാത്രം പോരാ, ശുചിത്വം ഉണ്ടാവണം. അതിനാണ് കായേന വാച മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃത സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ ഞാനെന്നൊരു ഭാവം എൻ്റെ ഉള്ളിൽ ഒരിക്കലും വരരുത് ഭഗവാനെ. അങ്ങനെയൊരു വിനയമുള്ളവരാവുക, അതാണ് ശുചിത്വം. മൂന്നാമത്തതാണ് ദയ. മറ്റുള്ളവരോട് എന്ത് കാണിക്കണം? സഹായം ചെയ്യുക. എത്ര കണ്ട് നമ്മൾ സഹായം ചെയ്യുന്നുണ്ടോ അത് തിരിച്ചു നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി മാറും. എന്താണ് ഹിന്ദുവിന് ഒരു ഗതിയും കിട്ടാത്തത്? ഒരു സഹായം ചെയ്യില്ല. നിങ്ങളൊരു മുസ്ലിമിന്റെ ഇതെടുത്ത് നോക്കൂ. നിങ്ങൾ ഒരാൾക്ക് രക്തം കൊടുക്കേണ്ടി വന്നാൽ 10,000 പേരാ ബ്ലഡ് കൊടുക്കാൻ. കാരണം അവരങ്ങനെ സക്കാത്ത് കൊടുക്കുക. അവർക്കതുണ്ട്. അവരുടെ ഈ നോമ്പുകാലം ഉണ്ടല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ച് നോമ്പുകാലത്ത് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വിശാലത അവരുടെ ഉള്ളിൽ ഉണ്ട്. ഞാനൊരിക്കലും വിദേശത്ത് താമസിക്കുകയാണ്. അപ്പൊ ഞാൻ താമസിക്കുന്ന നൈബർ ഒരു പാകിസ്ഥാനിയാണ്. ഞാൻ സ്വാമിയാണെന്നൊക്കെ പറഞ്ഞപ്പോ അവരെനിക്ക് ആ സ്ത്രീ
കുറെ അവരുടെ ഒരു വലിയ ചപ്പാത്തി ഉണ്ട്, അതിന് വേറെന്തോ ആണ് പേര്. ഈ പാകിസ്ഥാനി റൊട്ടി നമ്മളെ പോലെ ഇല്ല, അത് കുറച്ചുകൂടിയും വലുതാണ്. എന്നോട് പറഞ്ഞു, സ്വാമി ഞാൻ മാംസം ഒന്നും തൊട്ടിട്ടില്ല, സ്വാമി വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നോട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് അത്ര കുളിച്ച് ശുദ്ധമായി ഒക്കെ ഉണ്ടാക്കിയതാണ്, ഒരെണ്ണം കഴിക്കണമെന്ന്. കടന്നുറങ്ങാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ളൊരു സാധനം, അതും പാകിസ്ഥാനി. നമുക്കിപ്പോ പാകിസ്ഥാനി എന്ന് പറഞ്ഞാലാണ് നന്നായില്ലേ? പക്ഷെ ഞാൻ അവരുടെ ആ ഭക്തി, അവരുടെ ആ ഒരു മനസ്സ് അത്രയും വൃത്തിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ തന്നെ കഴിക്കാന്ന്. പാവം, അവർക്കൊരു ഭക്തി. അപ്പോ ആ കൊടുക്കാനുള്ള മനസ്സ് അവരുടെ രക്തത്തിലുണ്ട്. നമ്മുടെ ജന്തുവിന്റെ ഉള്ളിൽ അതില്ല. എങ്ങനെ ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ള. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കണില്ല. കേൾക്കണില്ലേ നിങ്ങൾ? ഓരോ വീട്ടിലും മരിച്ചിട്ട് 3-ാമത്തെ ദിവസം ചീഞ്ഞ് നാറിയിട്ട് അറിയുന്നത്. ആരും അന്വേഷിക്കാനും ഇല്ല, കാണാനും ഇല്ല. അതുകൊണ്ട് ദയ, മറ്റുള്ളവരോട് ദയ കാണിക്കുക. അറ്റ്ലീസ്റ്റ് 2 വാക്കുകളെങ്കിലും. സുഖല്ലേ ഇല്ലേ? പഴയ കാലത്തൊക്കെ ഒരു ഗ്രാമത്തിലൊക്കെ നാട്ടുകാര് പരസ്പരം മിണ്ടിപ്പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തത്? പഴയ കാലത്ത് കുട്ടികൾ, ഇപ്പൊ ഒരു സ്ത്രീ പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ആ ഗ്രാമത്തിലുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ഇല്ലയോ? അന്നത്തെ ഒരു കാലം. അപ്പൊ നോക്കൂ, അന്നത്തെ ആ കാലത്തെ സ്നേഹബന്ധങ്ങള്. ഇന്നിപ്പോ മനുഷ്യൻ സ്വാർത്ഥതയിലേക്കും അഹന്തയിലേക്കും തിരിഞ്ഞതോടുകൂടി ബന്ധങ്ങളിൽ നിന്നും ഒരാള് സ്വന്തം വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാത്ത കാലായി. അപ്പൊ അതിനെന്ത് വേണം? ദയ വേണം. മറ്റുള്ളവരിലേക്ക് റീച്ച് ചെയ്യണം. മറ്റുള്ളവരെ എന്നാലാവുന്ന വിധത്തിൽ സഹായിച്ചാൽ എനിക്ക് കഷ്ടകാലം വരുമ്പോൾ എന്നെയും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ ഹിന്ദുവിന്റെ അവസ്ഥയും മുസ്ലിമിന്റെ അവസ്ഥയും നോക്കുമ്പോണ്ടല്ലോ, നമ്മളെക്കാളും സാമ്പത്തികമായി പ്രോഗ്രസ് ചെയ്യുന്നത് ആരാ? ഈ പെരുമ്പാവൂർ ടൗൺ തന്നെ എടുത്ത് നോക്കിക്കോ നിങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളൊക്കെ ആയിരുന്നു വലിയ ബിസിനസ്സുകാര്. ഇന്നിപ്പോ എവിടെ പോയി ഹിന്ദുക്കളൊക്കെ? മനസ്സിലാവുണ്ടല്ലോ അവരെങ്ങനെ പ്രോഗ്രസ് ചെയ്ത? അവര് പരസ്പരം സഹായിക്കാൻ തയ്യാറുണ്ട്. ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിപ്പറഞ്ഞ് കൂട്ടായ്മയിൽ ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പേരാണ് പറയൂ, ദയ എന്നുള്ളത്. ഈ കാര്യത്തിൽ നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തെയും നമിക്കണം. ഒരാള് ക്യാൻസർ ആയാൽ ഉടനെ എല്ലാവരും കൂട്ടപ്രാർത്ഥനയ്ക്ക് വരേ ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? നമ്മളാണെങ്കിൽ എന്താ പറയാ? അനുഭവിക്കണം. ദൈവം വെറുതെ അല്ല അവരങ്ങനെ ആക്കിയത്. അന്ന് അവരുടെ നടപ്പ് കാണുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ദൈവം ഇങ്ങനെ കൊടുക്കുന്നുള്ളത്. എവിടെ ഒന്നുകൂടി പുരാകാൻ പറ്റുമോ, എവിടെ ഒന്നും കൂടി അവരെ തളർത്താൻ പറ്റുമോ? ആണോ അല്ലയോ ഹിന്ദുവിന്റെ സ്വഭാവം? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഈ കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും പരിഹാസങ്ങളും നിന്ദകളും മാത്രമായി ഹിന്ദു അധപ്പതിച്ചു പോയി. അതെന്താ കാരണം? ഈ പറഞ്ഞതൊന്നുമില്ല. നാമജപമില്ല, മനസ്സിന്റെ ഈ ശുചിത്വമില്ല, വിനയമില്ല. അതേപോലെ തന്നെ പരസ്പരം സഹായിക്കാനുള്ളൊരു വിശാലതയില്ല. എന്താ നോക്കൂ, ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവണം. അല്ലാതെ ധർമ്മം എന്നുള്ളത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നാമജപമാകുന്ന തപസ്, വിനയമാകുന്ന ശുചിത്വം, പരസ്പരം സഹായിക്കുന്ന ദയ. ഇനി 4-മത്തതോ സത്യം. എന്താണ് സത്യം? സത്യം എന്ന വാക്കിന്റെ അർത്ഥം സത്തയെ അറിയൽ, ഉള്ളിലുള്ള ആത്മദർശനം. തൻ്റെ ഉള്ളിൽ അനന്തമായ ബോധമുണ്ടെന്ന ആ അറിവിനെയാണ്, ആ തിരിച്ചറിവിനെയാണ്, ആ ബോധ്യത്തെയാണ് എന്ത് പറയാ? സത്യം. സത്യം എന്ന വാക്കിന് എപ്പോഴും അർത്ഥം കൊടുക്കേണ്ടത് ഉള്ളിലുള്ള സത്തയെക്കുറിച്ചുള്ള ബോധം. സത്യം എന്നാൽ എന്താണ്? ഉള്ളിൽ അനന്തമായൊരു ബോധമുണ്ടെന്ന ആ അറിവിന്റെ പേരാണ് എന്ത്? ഒക്കെ പറയൂ, അതല്ലേ സത്യം? ആണോ അല്ലയോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഞാൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്നെ ഉണർത്താൻ ആര് വേണം? ആരാണ് എന്നെ ഉണർത്തുന്നത്? ബോധമാണ്. അപ്പൊ സത്യം ഏതാണ്? ഞാനാണോ സത്യം? എന്നെ ഉണർത്തിയ ബോധമാണോ സത്യം? ബോധമാണ് സത്യം. അനന്തമായ സ്വതന്ത്രമായ ഒരു ബോധമുണ്ടെന്ന ബോധം, ഇത് സത്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് ധർമ്മം. അല്ലാതെ ധർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടില് പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കലും വീട്ടിൽ കുറച്ച് ഭാര്യയെ സഹായിക്കലും മാത്രമല്ല. മനസ്സിലായില്ലേ? ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 4 വാക്കുകൾ മറക്കരുത്. ഏതൊക്കെയാ പറഞ്ഞത്? പറയാൻ പറ്റുമോ? ആവർത്തിക്കാൻ പറ്റുമോ? ഏതൊക്കെയാണ്? തപസ്, ശൗചം, ദയ, സത്യം, ഇതി പാദാ പ്രകൃതിത. ഇതാണ് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ചോദ്യം വരികയാണ്, 3 കാലുകൾ തളർന്നു, 1 തളർന്നില്ല. ഏത് കാലുകളൊക്കെയാ തളർന്നത്? കലിയുഗം വരുമ്പോൾ 3 കാലുകൾ തളരും എന്ന് പറഞ്ഞാൽ കലിയുടെ പ്രഭാവം കൊണ്ട് തപസ് നഷ്ടപ്പെടും. ആളുകൾക്ക് നാമജപ സംസ്കാരങ്ങളെല്ലാം പറയൂ കുറഞ്ഞു വരും. എത്ര സത്യാണെന്ന് എഴുതി വെച്ചിരിക്കണം നോക്കൂ നിങ്ങൾ. ഇതുപോലെ വിനയവും പറയൂ കുറഞ്ഞു വരും. അഹങ്കാരം, ധാർഷ്ട്യം, സ്വാർത്ഥത, ഇതൊക്കെ അങ്ങോട്ട് കൂടി വരും. ഇതുപോലെ ദയ കാണിക്കുന്ന സംസ്കാരവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന മനസ്സും കുറഞ്ഞു വരുമോ കൂടി വരുമോ? കുറഞ്ഞു വരും. ഈ 3 കാലുകളും ക്രമേണ കലിയുടെ പ്രഭാവം കൊണ്ട് അതിന്റെ ശക്തി ചോർന്നു പോകും. മനസ്സിലായില്ലേ? എന്നാൽ സത്തിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ബോധം ഒന്നും ഇന്നും ഒരുപോലെയുണ്ട്. അതുകൊണ്ട് ആ കാലിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഒരൊറ്റ കാലിന്റെ മഹത്വം കൊണ്ട് തന്നെ ഇവിടെ മറ്റു 3 കാലുകളെയും തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പരീക്ഷത്തിനോട് പറയാണ്, കലിയുടെ പ്രഭാവത്തിൽ നിന്നും ഈ കാളയെ രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്താണ് അതിന് വേണ്ടത്? തപസ്സിലേക്കും ശൗചത്തിലേക്കും ദയയിലേക്കും മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുവരാൻ എന്താ വേണ്ടത്? അതിനാണ് സത്സംഗ സംസ്കാരം. എന്താ പറയാ? സത്സംഗ സംസ്കാരം. ആദിശങ്കരാചാര്യസ്വാമികൾ കാലടിയിൽ ജനിച്ച ആ മഹാൻ, കാലടിയിലല്ല ജനിച്ചത്, അദ്ദേഹത്തിന് ശരിക്കുള്ള അമ്മയുടെ ഇല്ലം എന്ന് പറയുന്നത് പിറവമാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ നാടാണ് ഏത്? കാലടി. അദ്ദേഹം ആദ്യത്തെ പ്രസവം എപ്പോഴും അച്ഛന്റെ വീട്ടിലാവില്ല. ആദ്യത്തെ പ്രസവം എപ്പോഴും എവിടെയായിരിക്കും? അമ്മയുടെ വീട്ടിലായിരിക്കും. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഇല്ലം എന്ന് പറയുന്നത് പിറവത്തിനടുത്തുള്ള സ്ഥലമാണ്. മനസ്സിലായില്ലേ? അച്ഛന്റെ ഇല്ലം എവിടെയായിരുന്നു? പിന്നീടാണ് അദ്ദേഹം അമ്മയൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് പിന്നീട് ജീവിതം. അച്ഛന്റെ കൂടെയല്ലേ ജീവിതം. അതുകൊണ്ടാണ് ആദിശങ്കരാചാര്യ സ്വാമികളെ കാലടിക്കാരനായിട്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹം എഴുതിയ കൃതിയാണ്, മനോഹരമായ കൃതിയാണ് ഭജഗോവിന്ദം. അതിൽ അദ്ദേഹം പറയും, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. സത്സംഗം. കലിയുടെ പ്രഭാവം കുറയാൻ എന്താ വഴി? ഈ കലി നമ്മളെ തപസ്സിൽ നിന്നും ശൗചത്തിൽ നിന്നും ദയയിൽ നിന്നും അകറ്റുമ്പോൾ ഇതിലേക്ക് തിരിച്ചു വരാൻ എന്താ വഴി? എന്താണ് വഴി? സത്സംഗം. അപ്പൊ നമ്മൾ സത്സംഗമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയുള്ളൊരു സത്സംഗ സംസ്കാരം ഉണ്ടാവണം.
കൃഷ്ണ പണ്ട് ഈ ശബരിമല കാലത്തൊക്കെ ഒന്നിച്ചിരുന്നുള്ള നാമജപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ഇപ്പോഴതൊക്കെ അങ്ങനെ കുറഞ്ഞു പോയി. എന്നാൽ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അമ്മമാര് നാരായണിയും കൊണ്ട് നടക്കുന്നുണ്ട്. ക്രമേണ കുട്ടികളെയൊക്കെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഈ വിഷ്ണു സഹസ്രനാമവും എനിക്ക് ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുള്ളത്, വൈകുന്നേരം കുട്ടികളെ തീർത്തും ട്യൂഷന് പറഞ്ഞേക്കരുത്. ഒരു കോംപ്രമൈസ് ഇക്കാര്യത്തിൽ ചെയ്യരുത്. നോ ട്യൂഷൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. ഈ സന്ധ്യ എന്നതുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ മനുഷ്യന്റെ മനോമണ്ഡലത്തിൽ, സൈക്കിക് മണ്ഡലത്തിൽ ഒരു ഡിപ്രഷൻ കയറി പിടിക്കും. ഇതിനെ പറയാ സൺ ഡൗൺ സിൻഡ്രം എന്ന് പറയും. ഇത് സൈക്കോളജിയാണ്. ഒരു ഏകാന്തത, ഒരൊറ്റപ്പെടൽ, ഇരുട്ടങ്ങോട്ട് വരുമ്പോഴേക്കും എന്തോ ഒരു വിഷമം. നമുക്കൊരു പക്ഷേ ഇന്നത് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ ഉള്ളിലൊരു ചെറിയൊരു ഏകാന്തത വരും. ഈ സമയത്ത് ട്യൂഷനും മറ്റും പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയോ? ഉള്ളിലുള്ള ഏകാന്തത അവിടെ അങ്ങനെ കൂടി വരും. ട്യൂഷൻ എന്നത് ബുദ്ധിപരമായി എന്തോ പഠിക്കുകയാണ്, അത് പഠിക്കണ്ടോ എന്നുള്ള വേറെ കാര്യം. ഇത് ഇമോഷണൽ മൈൻഡിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇമോഷണൽ ബ്രെയിനും ഇന്റലക്ച്വൽ ബ്രെയിനും ഇത് രണ്ടും വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇന്റലക്ച്വൽ ബ്രെയിൻ ആണ് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയി ഡെവലപ്പ് ചെയ്യുക, കാരണം കുറെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും. പക്ഷെ മനുഷ്യന്റെ ഒരു ഇമോഷണൽ ബ്രെയിൻ ആണ് ലൈഫ് കൊണ്ട് നടക്കുന്നത്. സ്നേഹം, ഇഷ്ടം, ഇതൊക്കെ ഇമോഷനാണ്. അതിന് വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധമില്ല. അപ്പോ എവിടെയെങ്കിലും ഒരു സന്ദർഭത്തിൽ ആരും തന്നെ സ്നേഹിക്കുന്നില്ല, ആരും തന്നെ ഇവിടെ ഒരു ആത്മാർത്ഥതയില്ല, എല്ലാവരും എന്നെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്, ഞാനൊരു കളിപ്പാട്ടമാണ് എന്നൊക്കെ ഉള്ള ഒരു വിചാരം. മനസ്സിലായില്ലേ? ചിലവരെ സെക്ഷലി അബ്യൂസ് ചെയ്യും, ചിലരെ ഫിസിക്കലി ഹരാസ് ചെയ്യും, ചിലരെ മെന്റലി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ തരത്തിലൊക്കെ മനുഷ്യന് പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഡിപ്രഷനിൽ നിന്നും പുറത്തു കടക്കാൻ എത്ര വിദ്യാഭ്യാസമുണ്ടായിട്ടും അവർക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറച്ചൊരു വർഷത്തിന് മുമ്പല്ലേ ഒരു RDO സൂയിസൈഡ് ചെയ്തത് അല്ലേ കേരളത്തിലെ? ഒരു RDO എന്നൊക്കെ പറഞ്ഞാൽ ഈക്വലന്റ് ടു കലക്ടറാണ്. എന്നിട്ടും സൂയിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? തനിക്ക് നേരെയുള്ളൊരു വിമർശനത്തെ നേരിടാനുള്ളൊരു കഴിവില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇന്നാണെങ്കിൽ പ്രേമം ഇതൊക്കെ വളരെ കൂടി വരുന്ന കാലം. ഒരു പെൺകുട്ടിയൊന്നും തകർക്കാൻ ഒരു പ്രയാസമില്ല. ഒരു വേണ്ടാത്ത ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞു ആ കുട്ടിയുടെ ജീവിതം. അല്ലേ? ശരിയല്ലേ? കാണുന്നില്ലേ പത്രത്തിലൊക്കെ ഇങ്ങനെയുള്ള ഹരാസ്മെന്റും ഇല്ലേ? ഇത് നമ്മൾ കാണാതെ പോരും. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന്, എങ്ങനെയൊക്കെ തെറ്റായി ഉപയോഗപ്പെടുത്താമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റും. മോസ്റ്റ് ഡേഞ്ചറസ് ടെക്നോളജിയാണ്, ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുതിയ AI സിസ്റ്റം. അതുകൊണ്ടൊക്കെ ഉണ്ടല്ലോ ഈ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ ഒന്നിച്ചെവിടെങ്കിലും ഇരുത്തി ലളിതാ സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിപ്പിച്ച് അവരുടെ ഇമോഷണൽ ബ്രെയിൻ ഡിവോഷണലി അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഇമോഷണൽ ബ്രെയിനെ ഡിവോഷണലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യണത്?
നാമജപം. അപ്പൊ നാമം ജപിക്കുമ്പോൾ ഉള്ളിലുള്ള ഡിപ്രഷന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. നാമത്തിന് അത്രയും ശക്തിയുണ്ട്. അതുകൊണ്ട് വൈകുന്നേരമുള്ള ട്യൂഷൻ നോ വേ. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോണ്ടല്ലോ, സന്ധ്യയ്ക്കുള്ള ഒരു നാമം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. ഞാനിന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൾച്ചറിൽ വളർന്നത് കൊണ്ടാണ്. നോ വേ, അത് കമ്പൾസറിയാണ്. ഇന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്തു. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സൂയിസൈഡ് കൂടുന്നു, കുട്ടികൾ ഏതോ പ്രേമബന്ധത്തിൽ പെട്ടുപോകുന്നു, അവസാനം ശരീരവും പോയി മനസ്സും പോയി, കല്യാണവും ഇല്ല, ആരുടെയോ ചതിയിൽപ്പെട്ടു. കാണുന്നില്ലേ ഓരോ കഥകളൊക്കെ പത്രത്തിൽ ഇങ്ങനെ, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ആ ബോധം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയാണ്, കലി കയറാതിരിക്കണമെങ്കിൽ സത്സംഗവും നാമജപവും. എന്ത് വേണം? കലി കയറാതിരിക്കണമെങ്കിൽ നല്ല ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. നല്ല ക്ഷേത്രങ്ങൾ, ഓരോ കമ്മിറ്റി വരുന്നു, ഫണ്ട് ചെലവഴിച്ച് ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാക്കുന്നു, സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? കല്യാണം നടത്താനാണോ? സത്സംഗത്തിന് വേണ്ടിയിട്ടാണ്, നാമജപത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ തിരിച്ചറിവിലേക്ക് നമ്മളൊന്ന് കടന്നു വരണം. ഇനി സന്ധ്യ എന്ന് പറയുന്നത് നാമജപത്തിന്റെ സന്ധ്യകളാക്കി മാറ്റണം. വേണോ വേണ്ടയോ? നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാം. നിങ്ങൾ കുട്ടികളെ സന്ധ്യയ്ക്ക് ട്യൂഷന് പറഞ്ഞയക്കുന്നെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ കുലദ്രോഹികളാണ്, മഹാദ്രോഹികളാണ് നിങ്ങൾ. കാരണം നിങ്ങളൊരു പാവം കുട്ടിയുടെ ജീവിതത്തെ തകർക്കാൻ, ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ വഴി കാണിക്കുന്നവരാണ്. എന്താ ചെയ്യുക? അതിനു വേണ്ട ഒരു ഗുരുത്വം, അതിനു വേണ്ട ഒരു മഹത്വം. ഇവിടെ ഈ 4 കാര്യങ്ങള്, ധർമ്മത്തിന്റെ 4 പാദങ്ങള് ഏതൊക്കെയാ? ഒന്നുകൂടി പറയൂ. ഏതൊക്കെയാണ് 4 എണ്ണം? തപസ്, ശൗചം, ദയ, സത്യം. ഈ 4 കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ കലി കയറി തകർത്ത് കളയും.